ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിയ 360. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തെ പ്ലാനറാണ്. അപ്പോൾ ഞാനിതൊരു നോർമൽ ഡയറിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പേജിൽ മാർച്ച് എന്നൊക്കെ എഴുതി സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ പടം വരച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഒരു കോട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പടമൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ മാർച്ച് മാസത്തെ തന്നെ കലണ്ടറാണ്. ഇനി ആ കലണ്ടറിൻ്റെ താഴെയായിട്ട് ബുക്സ് ടു റീഡ് എന്ന് പറയുന്ന ഒരു കോളം കൂടി വരയ്ക്കുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഹാബിറ്റ് ട്രാക്കറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹാബിറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് നമുക്ക് ഓരോ ടിക്കും ക്രോസൊക്കെ ഇട്ടാൽ മതിയാകും. നെക്സ്റ്റ് നമ്മൾ പ്രെയർ ട്രാക്കറും കൂടി വരയ്ക്കുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് ട്രാക്കറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉറങ്ങിയതിൻ്റെയും എഴുന്നേറ്റേയും ടൈമാണ് എഴുതേണ്ടത്. അപ്പോൾ അടുത്തത് മൂഡ് ട്രാക്കറാണ്. മൂഡ് ട്രാക്കർ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഡെയിലി ദിവസത്തിൽ എങ്ങനെയായിരുന്നു ആ ദിവസത്തെ മൂഡെന്നാണ്. അപ്പോൾ നമുക്ക് ഓരോ കോളത്തിലായിട്ട് കളർ ചെയ്യാം. ഹാപ്പി ആണെങ്കിൽ റെഡും, സാഡ് ഓർ ആംഗ്രി ആണെങ്കിൽ പിങ്കും, അതുപോലെ ബോറിംഗ് ആണെങ്കിൽ ഡാർക്ക് പിങ്കും ഒക്കെ കളർ ചെയ്യാം. അടുത്തത് ഹാപ്പി ആൻഡ് സാഡ് ഇവൻറ്റ്സ് ഓഫ് ദി ഡേ ആണ്. അപ്പോൾ ഒരു ദിവസത്തിൽ നടന്ന ഹാപ്പിയും സാഡും ആയിട്ടുള്ള ഇവൻറ്റ്സൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓവർവ്യൂ കാണാം. ഫസ്റ്റ് 2 പേജസിൽ മാർച്ച് എന്ന മന്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഒരു കോട്ടും കൂടി എഴുതിയിട്ടുണ്ട്. ഡു ഗുഡ് ആൻഡ് ഗുഡ് വിൽ കം ടു യു. അടുത്തത് കലണ്ടറാണ്, മാർച്ച് മാസത്തെ കലണ്ടറാണ്. അതിൻ്റെ താഴെ ബുക്സ് ടു റീഡ്, നമുക്ക് ഏതെങ്കിലും ബുക്സൊക്കെ വായിക്കണമെങ്കിൽ അത് എഴുതാം. അടുത്തത് ഹാബിറ്റ് ട്രാക്കർ, അപ്പോൾ ഏതെങ്കിലും ഒരു ഹാബിറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ അത് ചെയ്താൽ ടിക്കും, ഇല്ലെങ്കിൽ ക്രോസൊക്കെ എഴുതാം. അപ്പോൾ അടുത്തത് പ്രെയർ ട്രാക്കറാണ്. അതിൻ്റെ അടുത്തത് സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് ട്രാക്കർ, നമ്മൾ ഉറങ്ങിയതിൻ്റെയും എഴുന്നേറ്റേയും ടൈമാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മൂഡ് ട്രാക്കറാണ്. നമ്മളുടെ ആ ഒരു ഡേ എങ്ങനെയായിരുന്നു നമ്മളുടെ മൂഡ് എന്നുള്ളത് ഓരോ കോളത്തിലായിട്ട് കളർ ചെയ്താൽ മതി. അടുത്തത് ഹാപ്പി ആൻഡ് സാഡ് ഇവൻറ്റ്സ് ഓഫ് ദി ഡേ ആണ്. അപ്പോൾ ഈ കോളത്തിൽ ഹാപ്പി ഇവൻറ്റ്സും അതിൻ്റെ ഇപ്പുറത്തെ കോളത്തിൽ സാഡ് ഇവൻറ്റ്സും എഴുതാം. നമ്മളിങ്ങനെ പ്ലാനറൊക്കെ എഴുതി അത് പിന്നീട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാം ഇതേപോലെ പ്ലാനറൊന്നും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. ഒരു ഡേ ഒരു ടൈം അതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാൻ. ഓക്കെ, സോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.